കേരളം ഭരിച്ചിരുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിന്റെ പല നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ വികസന മുരടിപ്പിനും ജനവിരുദ്ധ നയങ്ങൾക്കും എതിരായിട്ടുള്ള ജനവിധിയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും പുലർത്തിയ ഭരണാധികാരികൾക്കെതിരെയുള്ള ജനവിധിയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി 15 കൊല്ലമായി കേന്ദ്രത്തിൽ ഭരണമില്ലാതിരുന്നിട്ടും 10 കൊല്ലമായി കേരളത്തിൽ ഭരണമില്ലാതിരുന്നിട്ടും അഹോരാത്രം പണിയെടുത്ത് ചോരയൊലിപ്പിച്ച് സമരം ചെയ്ത UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയെത്ര കള്ളക്കഥകൾ മെനഞ്ഞ് എത്രയെത്ര അജണ്ടകൾ ഉണ്ടാക്കി UDFനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഒരു സുനാമി കണക്കെ ആഞ്ഞടിച്ച് UDFനെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുജനവികാരമാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും നുണ പറയുന്നവരോടും കേരളവും പത്തനംതിട്ടയും പൊറുക്കില്ല എന്നുള്ളതിന്റെ സൂചനയും മെസ്സേജുമാണ്. അതുകൊണ്ട് ഈ ജനവിധിയെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾ നൽകിയ ഈ ഉത്തരവാദിത്തത്തെ ഏറ്റവും നല്ല അർത്ഥത്തിൽ ഏറ്റവും കൃതാർത്ഥമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഏറ്റവും ഉത്തരവാദിത്തപൂർവ്വം അത് നിറവേറ്റാൻ ശ്രമിക്കും. പത്തനംതിട്ട ജില്ലയും മധ്യ കേരളവും ഒക്കെ കേരളം എല്ലായിടത്തും പയ്യന്നൂര് ചരിത്രത്തിൽ ആദ്യമായി UDF അങ്ങ് തൂക്കി. തളിപ്പറമ്പ് ചരിത്രത്തിൽ ആദ്യമായി UDF അങ്ങ് തൂക്കി. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞു. അന്ന് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞു അത് വട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു പിണറായി വിജയൻ ധർമ്മട വെണ്ണുമ്പോൾ ആദ്യം പിറകിൽ പോകും എന്നാവർത്തിച്ച് അതിന്റെ കാരണം ധർമ്മടം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ ധർമ്മടത്തുൾപ്പെടെ കേരളത്തിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിന്നു. അങ്ങനെയാണ് ഈ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവുമുള്ള ജനവിരുദ്ധ അഴിമതി സർക്കാരിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം വിധി എഴുതിയപ്പോ അത് ജാതി മത ജെൻഡർ സമവാക്യങ്ങൾക്കപ്പുറമായി കേരളം വിധി എഴുതിയപ്പോ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയത്. അതുകൊണ്ട് ഈ ചരിത്ര വിജയം സമ്മാനിച്ച പ്രിയപ്പെട്ട എല്ലാ വോട്ടർമാർക്കും മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നുള്ള 1000 നന്ദിയും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഉത്തരവാദിത്തം കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ എല്ലാവരും കാത്തു സൂക്ഷിക്കുമെന്ന് ഹൃദയത്തിൽ തൊട്ട് ഞങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഉദ്യമത്തിന് 10 കൊല്ലമായി ഞങ്ങൾ നടത്തിയ ഈ പോരാട്ടത്തിന് 10 കൊല്ലമായി ഞങ്ങൾ ഒഴുക്കിയ ത്യാഗത്തിനും രക്തത്തിനും ചോരയ്ക്കും നീരിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന വോട്ടർമാർക്ക് മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. അടൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ ഈ ജനവിധി ഞാൻ ശിരസാ വഹിച്ചുകൊണ്ട് 10 വർഷക്കാലമായി കേരളത്തിലെ ഭരണം നശിപ്പിച്ച പിണറായി ഗവൺമെന്റിനുള്ള ഒരു വലിയ താക്കീതും 15 വർഷക്കാലമായി അടൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മുടക്കം വരുത്തിയ ജനപ്രതിനിധികൾക്കെതിരെയുള്ള ഒരു താക്കീതായി കാണുന്നു. തെരഞ്ഞെടുപ്പ് വേളയുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാന ഘട്ടം വരെ എനിക്കെതിരെ നടത്തിയ ഒളിയമ്പുകൾ, LDFന്റെ CPMന്റെ CPIയുടെ നേതാക്കന്മാർ നടത്തിയ ഒളിയമ്പുകൾ, വ്യാജ നോട്ടീസുകൾ, കുപ്രചരണങ്ങൾ, അതുപോലെ വാട്സാപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും എന്നെ അധിക്ഷേപിക്കുവാൻ നടത്തിയ എല്ലാത്തിനും അടൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ അംഗീകാരമാണ് ഇത്. തീർത്തും ഈ ജനവികാരം മാനിച്ചുകൊണ്ട് ശ്രീ അബിൻ വർക്കി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ മതേതരത്വവും ജനാധിപത്യവും ഈ നാട്ടിൽ സംജാതമാകുവാൻ നിലനിർത്തുവാൻ അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ മാറ്റിയിരിക്കുകയാണ്. ജനവികാരം മാനിച്ചുകൊണ്ട് ജനതാൽപര്യം മന്നിച്ചുകൊണ്ട് ഈ നാട്ടിൽ മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നും ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നൽകിയ അംഗീകാരത്തിന് 1000 നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അഴിമതിക്കാരോട് കേരളത്തിലെ ജനങ്ങൾ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
UDFിന് ചരിത്ര വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ 6 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ ലീഡാണ് ലഭിച്ചിരിക്കുന്നത്. 7ാമത്തെ അസംബ്ലി മണ്ഡലങ്ങളിൽ എണ്ണം പൂർത്തീകരിക്കുമ്പോൾ അതും UDF തന്നെ വിജയിച്ചിരിക്കും. കഴിഞ്ഞ തവണ 7 അസംബ്ലി സെഗ്മെന്റുകളും നഷ്ടപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ UDF സമ്പൂർണമായ വിജയം കൈവരിക്കുകയാണ്. UDFിന്റെ ഈ പോരാട്ടത്തിൽ സഹായിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.